തങ്കം തരില്ലേ പൂന്തിങ്കൾ തിടമ്പ് തട്ടാറായി പോരില്ലേ തൈമാസപ്രാവ് ചേലോടെ ചാത്താലോ ചെമ്മാനച്ചേല മൂവന്തി മുത്തേ നീ കാക്കൂന്തൽ മെടയണം മാണിക്യമൈനേ നീ കച്ചേരി പാടേണം കല്യാണം കാണാൻ വരേണം കണ്ണാടി മുല്ലേ കല്യാണം കാണാൻ വരേണം മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ അണിയാരത്തുമ്പിളിപ്പന്തൽ എന്തത് സല്യൂട്ട്. അതല്ല ഇവിടെ എന്ത് പേക്കൂത്ത നടക്കണേന്ന്. ഞങ്ങള് റീൽസ് ചെയ്യായിരുന്നു സാർ. റീൽസോ? അതെ സാർ, ഈ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ ഒഴിവ് സമയങ്ങളിൽ റീൽസ് ആവാന്ന്. ഏടോ മന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ ഇവിടെ കാണിക്കണത്? എന്താ ഡാൻസ് ബാറോ? ഏടോ നമുക്ക് അങ്ങനെ ഒഴിവ് സമയമില്ല. 24 hours നമുക്ക് വർക്കുണ്ട്. പോലീസ് സ്റ്റേഷൻ അത്. അതാണല്ലോ സാർ, നമുക്ക് വല്ല മെന്റൽ സ്ട്രെയിൻ ഉള്ളതല്ലേ, ഇപ്പൊ ഒരു റിലാക്സേഷന് വേണ്ടിട്ട് ചെയ്തതാ. സാറേ, മന്മഥൻ സാറിന് ഒരുപാട് ആരാധകരുണ്ട് സാറേ. മാത്രമല്ല സാറിന്റെ റീൽസ് കണ്ടിട്ട് നമ്മുടെ സ്റ്റേഷൻ അറിയപ്പെടുന്നത് തന്നെ മന്മഥൻ സാറിന്റെ സ്റ്റേഷൻ എന്നാണ്. സാറിന്റെ റീൽസ് കണ്ടിട്ട് MLA വരെ ലൈക്ക് അടിച്ചിട്ടുണ്ട് സാർ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ആണ്, സാറും കൂടി ഞങ്ങളെ കൂടെ ഒരു റീല് ചെയ്യണം. സാറേ എല്ലാ ഓഫീസിലും ചെയ്യുന്നുണ്ട് സാറേ. സാറും കൂടി പ്ലീസ് സാർ. എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പണി ഉണ്ടാവില്ലായിരിക്കും. എനിക്കൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട് ഇവിടെ. അത് മാത്രല്ല നിങ്ങളുടെ ഈ പേക്കൂത്തിന് കൂട്ടുനിൽക്കലല്ല എന്റെ പണി. യൂണിഫോം ഇട്ട് കാണിക്കണ ഓരോ പരിപാടികൾ. എടോ ആ കള്ളനെ കണ്ട് ഇവിടുന്ന് ഓടി ഇറങ്ങിയ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറയണ്ട മറുപടി പറയണോ? കള്ളനാണെങ്കിലും സത്യസന്ധനാണ് സാർ, അങ്ങനെ ഒന്നും ചെയ്യും. ആണോ? ഓ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കത് യൂണിഫോം ഇട്ട് കൊടുത്താലോ? വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് കിട്ടും. അത് മതിയോ? വിവരം വേണ്ടോ? കുറച്ചെങ്കിലും വേണ്ട, കുറച്ചെങ്കിലും ബോധം വേണ്ടേ? ഈ സർക്കാർ ഈ ശമ്പളം എടുത്തു തരുന്നത് ഇവിടെ ഡാൻസ് കളിക്കാനല്ല, കൃത്യമായിട്ട് ഡ്യൂട്ടി കേട്ടാ. എന്നെ പഠിപ്പിക്കാൻ നോക്കുക, മന്ത്രി പറഞ്ഞു പോലും. ഈ ഒരു പരിപാടി വേണ്ട ഇവിടെ കേട്ടോ. ആ ഡ്യൂട്ടി ഇല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങള് ഇത്തിരി കൂടി നിലവാരമുള്ള എന്തെങ്കിലും കാര്യങ്ങള് നിങ്ങൾ പുസ്തകം ഇരുന്ന് വായിച്ചോ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ മൊത്തം എല്ലാവരും പുസ്തകം വായിക്കോ? കാലാബോധം തൊട്ട് തീണ്ടിട്ടില്ലാത്തൊരു മേലുദ്യോഗസ്ഥൻ. എങ്ങനെ സന്തോഷത്തിൽ നിന്ന സ്റ്റാഫ് റൂം അത് വല്ല കൂടി മരണ വീട് പോലെയായി. വല്ലാത്ത ചതിയാണ് സർക്കാർ നമ്മളോട് ചെയ്തത്. ഇന്നിപ്പോ ഒരു ശനിയാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നടത്തിനെ നമ്മള് കുത്തിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. കാര്യമാശ നിങ്ങൾ ഇടപെടണം, നിങ്ങൾ യൂണിയന്റെ ആളാണ്. കാരണം 5 ദിവസം തന്നെ നമ്മൾ സഹിക്കുകയാണ്. ഇനി ഒരു 6ാമത്തെ ദിവസം കൂടി വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്തെത്താണ്? എല്ലാവരും ഉദ്ദേശിച്ചു തന്നെയാണ്. ഇനിയിപ്പോ അനുഭവിച്ചോ. പഴയ പോലെ നമുക്ക് സമരം നടത്താൻ പറ്റില്ല, നമ്മുടെ പാർട്ടിയാ ഭരിക്കണത്. സഹിക്കാന്നല്ലേ ഉള്ളൂ. സത്യം മാഷ് വന്നിട്ടേ ഇല്ല, സമയമായല്ലോ. മാഷ് വരട്ടെ, കാര്യം പറയാനുണ്ട്. പ്യാരിമാഷേ, എന്റെ പെങ്ങളെ കൊറേ നേരമായിട്ട് കണക്കെഴുതാനുള്ള എന്താ പരിപാടി? ഇത് നമ്മളാ കുട്ടികളെ ടൂർ കൊണ്ടുപോയില്ലേ, അതിന്റെ കണക്കൊന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. ഈ മാനസികാവസ്ഥയിൽ നിങ്ങൾ അതൊന്നും ചെയ്യല്ലേ, അത് തെറ്റി വീണ്ടും തെറ്റും. ഇതിപ്പോ ഇത്ര ദിവസം ചെയ്തിട്ട് ശരിയാവണില്ലെന്ന്. ആ ഗോവയില് ടൂർ കൊണ്ടുപോയ കണക്കാണേ.
അങ്ങനെ ശരിയാവണേ? അത് എന്ന് പോയി വന്നത് അത് ടീച്ചർമാർക്കൊക്കെ ബിരിയാണി മേടിച്ചു കൊടുത്തൊക്കെ എഴുതിക്കണോ? ഇല്ല, അതാണ് പിള്ളേർക്ക് ഉപ്പാവാ കുട്ടികൾക്ക് ഉപ്മാവ് എനിക്ക് ഓർമ്മ ഉണ്ടായി. ടാലിയാവണില്ല. ഞാൻ പറഞ്ഞതേ, എന്റെ അളിയന്റെ ഭാര്യ ഗൾഫിലാ ജോലിയാണ്. 4 ദിവസത്തോളം പോലെ അവിടെ ക്ലാസ്. ആണോ? ബാക്കിയുള്ള 3 ദിവസം കുട്ടികളും ഫ്രീ, ടീച്ചർമാരും ഫ്രീയാ. അല്ല, കുട്ടികൾക്ക് മാനസിക ഉല്ലാസം വേണോ? കുട്ടികൾക്ക് ഇപ്പൊ ആകെ ഞായറാഴ്ച ഒരു ദിവസമാണ് കിട്ടണം. എന്തിട്ടാ കാട്ടു കുട്ടികള് ഒന്ന് കുളത്തിൽ ചാടാൻ നേരം ഊർക്ക് ഓർക്കും ഇല്ല ഒരു മാനസിക ഉല്ലാസം. നമ്മളും തകർന്നു. അങ്ങോട്ട് രാജിവെക്ക് സാറേ. അതെ, അവിടെ എവിടെയെങ്കിലും പോയി പിന്നെ ആഴ്ചയിൽ മുഴുവൻ വെറുതെ ഇരിക്കേ കുളത്തിച്ചാടെ എന്തെങ്കിലും ചെയ്യാല്ല. പൈസ കിട്ടണമെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും വന്ന് മേശപ്പുറത്തെങ്കിലും കയറി ഇരിക്കണേ. നമ്മള് നോക്കണ്ട, നമ്മൾ അധ്യാപകർക്ക് മാത്രമാണ് 2 മാസം വെറുതെ കുത്തിരിക്കാനുള്ള ഒരു വകുപ്പ് വരുന്നത്. പിന്നെ കലണ്ടറിൽ ചുമപ്പ് കണ്ടാ വരണ്ടല്ലോ, അതുകൊണ്ട് മഴ പെയ്താലും വരണ്ട. എന്താ മാഷേ, സത്യമാഷ് ഇന്ന് ലീവാന്ന്. ലീവാണെന്നും പറഞ്ഞില്ല. 10 മണി ആവുന്നുള്ളൂ. 10 മണി ഇവൻ അന്വേഷിക്കണം എന്താ കാര്യം എന്താണ്? ഇനി ഞാനും പറഞ്ഞ സിറ്റി ബസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നു നിൽക്കുകയാണ്. പറഞ്ഞൂടെ എനിക്ക്? അതെ, സത്യമാഷ് വരണം, ഒരു കാര്യം പറയാനുണ്ട്. മാഷോട് പറയുമ്പോൾ കൂടെ ഒരു ബലം കിട്ടല്. അതെങ്ങോട്ട് പറഞ്ഞാൽ മാത്രം ബെല്ലടിക്കാൻ നോക്ക്, മാഷ് സമയം പോന്നോളൂ. മാഷ് വരട്ടെ, പോയി ബെല്ലടിക്കും. ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് സത്യമാഷ് പറഞ്ഞോ. അന്തസായില്ലേ? നേരത്തെ എത്തിയാ ഇതില് കണക്കുകൾ എന്ന് പറഞ്ഞു. അത്യാവശ്യേ ഉണ്ണി കൊറേ നേരം ഇങ്ങളെ കാണാൻ കാത്തിക്കണം. എന്തോ പറയാനോ ചെയ്യാനൊന്നുണ്ടെന്ന് പറയും. എന്തുകൊണ്ടാ കടഞ്ഞു വെക്കരുത്, പൈസ ഇല്ല. മാഷെ, കടമൊന്നും വേണ്ട, അല്ല ശമ്പളം കിട്ടിയിട്ട് നമുക്ക് തന്നാ മതി. മാഷേ, 3 ദിവസം ഉറങ്ങാത്ത മാഷെ. ഉറക്കന്നെ പോയിട്ടുണ്ട്. കാര്യം പറയാൻ വേണ്ടിട്ട്. എന്തുപറ്റി? ഇനി ബിൽഡപ്പ് വേണ്ട, അങ്ങോട്ട് പറഞ്ഞൂട് സാറേ. 3-4 ദിവസം മുമ്പേ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സർക്കാർ ഓഫീസിൽ നിന്ന് റീൽ ചെയ്തിട്ട് വയലൻസ് ആയത് എല്ലാരും അറിഞ്ഞിട്ടേ വയറലായത് അല്ലേ? അവരെ സസ്പെൻഷനിലേക്ക് ആവണ്ടാന്ന് മന്ത്രി സപ്പോർട്ട് ചെയ്ത്. മന്ത്രി സപ്പോർട്ട് ചെയ്തല്ല അത് ഈ ജോലിയിടങ്ങളിലെ സമ്മർദ്ദം കുറക്കാൻ വേണ്ടി വിശ്രമവേളകളിൽ അത്തരത്തിലുള്ള റീൽ ചെയ്യുന്നത് കുഴപ്പമില്ല, ഒരു മാനസിക ഉല്ലാസോടെന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ അത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ചെയ്യാൻ വേണ്ടിയല്ല. പറഞ്ഞതാണ്, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. സാറേ, എന്റെ കോവൽ സ്കൂളിലെ പിയുണ്ടല്ലോ, ഒരു വീഡിയോ സ്കൂളിൽ ചെയ്തിട്ട് വൈറലായിട്ട് ഓരിപ്പോ സെലിബ്രേറ്റ് ചെയ്യാന്ന്. 1 ലക്ഷം ഉറുപ്പ്യ അത് വെറുതെ ഒരു ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് വരാൻ വേണ്ടി മേടിക്കും. എന്റെ മാഷെ, ഞാൻ എത്ര ദിവസം പണിയെടുക്കണം, എത്ര മാസം എടുക്കണം 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കാൻ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാം വിചാരിച്ചാല് ഒരു റീൽ ചെയ്തൊന്ന് ഒരു പബ്ലിസിറ്റി ആവട്ടെ, ഒരു അടയാളപ്പെടുത്തണ്ടേ സാറേ? അത് മാത്രല്ല മാഷേ, സർക്കാർ ഉദ്യോഗസ്ഥരെ റീൽസോട് സോഷ്യൽ മീഡിയ തട്ടിയിട്ട് മുട്ടിട്ടൊന്നും വയ്യ. വീട്ടില് ഭാര്യയൊക്കെ ചെയ്യണ്ടേ? എന്റെ ഭാര്യ ചെയ്യണ്ട്. ഭാര്യ വില്ലേജ് ഓഫീസർ അല്ലേ? അതേ വില്ലേജ് ഓഫീസറാണ്. ഓഫീസിനാ ചെയ്യണേ? ഓഫീസിൽ അങ്ങനെ ചെയ്യുന്ന കേട്ടിട്ടില്ല. വീട്ടിൽ തന്നെ വെച്ചിട്ട് മറ്റേ അടുത്തുള്ള കുട്ടികളൊക്കെ പടം വിളിച്ചു വരുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും ഒക്കെ കലാഹൃദയമുള്ളവരുണ്ട്. അതൊക്കെ കിട്ടണ സമയങ്ങളിൽ ചെയ്യണതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ മണ്ടോ ടീച്ചറെ, നമ്മള് എന്തായാലും റീല് ചെയ്യാൻ തീരുമാനിച്ചു. സ്കൂളിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. സ്കൂളിന്റെ ടൈമിലല്ല, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിടൂലേ, ഒരു 4:30 വരെ അവിടെ നിന്നിട്ട് ഒരു റീല് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ടാന്ന്. മണ്ടോ ടീച്ചറും ജാതിനും ടീച്ചറും ഒക്കെ സിനിമയിൽ വരെ എത്താം, ഒന്ന് വൈറലായി കഴിഞ്ഞാൽ. ക്യാൻസറാണല്ലോ. നോക്കന്നെ. അപ്പൊ അതിനൊരു പാട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങളൊന്നും നോക്കണ്ട, കൂടെ നിന്ന് തന്നാ മതി ഉണ്ണീരെ. അതെ ഉണ്ണി, ക്ലാസിന്റെ ടൈം ഉണ്ടല്ലോ. ക്ലാസ് ടൈമിൽ പ്രശ്നം, അത് ക്ലാസ് ടൈമിൽ വേണ്ട. കുട്ടികളൊന്നും കാണുന്നും വേണ്ട. വേണമെങ്കിൽ കോറസ് ആയിട്ട് കുട്ടികൾ യൂണിഫോം ഇട്ട് നിന്നോട്ടെ, തെയ്യന്താരാന്നൊക്കെ പറഞ്ഞ രസമായിരിക്കും. അപ്പൊ നമ്മള് തീരുമാനിച്ചേ, പിന്നെ നാളെ ഞായറാഴ്ച, നാളെ വേണ്ട, മറ്റന്നാൾ തിങ്കളാഴ്ച വൈകുന്നേരം നമ്മൾ ചെയ്യണം. അതെ, ചെയ്ത് നമ്മള് അന്ന് തന്നെ സംഭവം പോസ്റ്റ് ചെയ്യണം, വൈറലായി. ഇങ്ങടെ ഇൻഡിക്കേറ്റർ ഇട്ടേക്കണ, ഇങ്ങോട്ട് തിരിയുമ്പോ ഈ സൈഡ് ഇൻഡിക്കേറ്റർ അല്ലേ ഇടണ്ടേ? എല്ലാം ഓക്കെയാണോ? പേപ്പറൊക്കെ ഓക്കെയാണോ? ഓക്കെയാണോ? പേപ്പറെല്ലാം കറണ്ടല്ലേ? പേപ്പർ കിട്ടി സാറേ. സാറേ, മന്മഥ സാറല്ലേ? മന്മഥ സാറല്ലേ? സാറേ, ഞാൻ സാറിന്റെ ഒരു വലിയ ഫാനാ. സാറേ, സാറിന്റെ റീലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അത് മരണമോശാ.
ശരിക്കും പറഞ്ഞ സാറിന് എന്റെ ഇടയ്ക്ക് ഒരു മണിമുറ്റത്ത് മറ്റേ സുരേഷ് ഗോപിയുടെ സാറേ ചില ആംഗിളിലൊക്കെ സാറിനെ കാണുമ്പോ മൂപ്പരെ പോലെ തന്നെയുണ്ട്. ഇവരൊന്നും ഒന്നും അല്ല സാറിന് മുന്നിൽ. ഏയ് അങ്ങനെയൊന്നും പറയില്ല. അദ്ദേഹമൊക്കെ വലിയ പ്രതിഭയാണ്. അദ്ദേഹത്തിന് മുന്നിൽ നമ്മളൊക്കെ വെറും മുഴുവാണ്. സാറ് സിനിമയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു സാറേ. ഇത് നമ്മൾ വെറുതെ ഒരു രസത്തിന് ചെയ്യണല്ലേ. സാറേ സീരിയസ് ആയിട്ട് എടുക്കുക സാർ. രസത്തിനല്ല, സീരിയസ് ആയിട്ട് എടുക്കുക. സാറൊക്കെ വന്നു കഴിഞ്ഞാൽ പല നടന്മാർക്കും ഭീഷണിയാണ്. നമ്മളെ ഡ്യൂട്ടി ടൈമിലൊന്ന് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. സാർ ഇവിടെ ഉണ്ടാവല്ലേ? എപ്പോഴും ഇവിടെ ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ സാറേ? ഇവിടെ അല്ല, ക്യാമ്പസ് സ്റ്റേഷനിലാണ്. എന്റെ ഒരു ചെറിയ മോനുണ്ട്, എനിക്ക് വിളിച്ചു പറയാൻ തോന്നുന്നു അവരൊക്കെ. എന്റെ മോനൊക്കെ എന്റെ ചെറിയൊരു മോനുണ്ട്, സാറിന് വലിയ ഫാനാ. ചോറ് നമുക്ക് സാറിന്റെ റീലാ കാണണ്ടേ സാർ? ഒരു ഫോട്ടോ എടുത്തിട്ട് അവനൊക്കെ ഒന്ന് കാണിക്കാൻ. ഓ പിന്നെന്താ സാറേ? സാർ അങ്ങനെയല്ല സാറേ, സാർ മന്മ സാർ മതി. കുഴപ്പമില്ല, എനിക്ക് മന്മ സാർ മതി സാറേ. സാറേ സാറേ ഇനി എടുത്തു സാറേ രക്ഷയില്ല സാറേ. ഇനി ഇറക്കണം കണ്ടെങ്കിൽ ഞാൻ വെറൈറ്റീസ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. വലിയ സന്തോഷം സാറേ കണ്ടത്. ഞാൻ ഷെയ്ക്കേണ്ടി വന്നോട്ടെ. വേറെയൊക്കെ വന്നു ഒരു ഷെയ്ക്കേണ്ടി. താങ്ക് യു സാറേ. സാറേ താങ്ക് യു സാറേ. സന്തോഷം. എന്താ മന്മ, എന്താ സംഭവം? എന്താ എല്ലാം ഓക്കെയാണ് സാർ. എന്തോ ഓക്കെയാന്ന് ലൈസൻസ് ഇണ്ടാ? ഇൻഷുറൻസാ? ഉണ്ട് സാർ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. നമുക്കോ സാറിന് കണ്ടിട്ടില്ലല്ലോ. ചെല്ല് 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 ചെല്ല്. എനിക്ക് അങ്ങനെ കൊങ്ങലം കളിക്കലല്ല പണി. അടുത്ത വണ്ടികൾ ശ്രദ്ധിക്കട്ടോ, വണ്ടികൾ പോണ ശ്രദ്ധിക്കും. ഡൊക്കടെ വണ്ടിയായിട്ട് ഇറങ്ങിയിരിക്കുക. സാറ് കത്തി കയറാണ്. നമ്മളുണ്ടായില്ലേ ഇതിനകത്ത്? നമ്മൾ ഈ പിറകിലല്ലേ കളിച്ചിരുന്നത്, സാറാണല്ലോ ലീഡ് ചെയ്തിരുന്നത്. അപ്പൊ സാർ തന്നെയാണ് ശ്രദ്ധിക്കുള്ളത്. സാറേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടാ. നല്ല സർവീസ് ചെയ്തിട്ട് പേരുണ്ടാക്കണം, അല്ലാതെ ഇവ കോമാളിത്തരം ചെയ്തിട്ടല്ല. ഒരു സിംഹമലയും കാട്ടിൽ തുണയോടെ അലറും കാട്ടിൽ വഴിമാറി വന്നു ചേർന്നു ഒരു കുഞ്ഞുമാൻ കിടാവ്. ഒരു സിംഹമലയും കാട്ടിൽ തുണയോടെ അലറും കാട്ടിൽ വഴിമാറി വന്നു ചേർന്നു ഒരു കുഞ്ഞുമാൻ കിടാവ്. അമരുന്ന സിംഹമരികെ ഇരുളുന്ന രാത്രിയരികെ അറിയാത്ത കാട്ടിനുള്ളിൽ പിടയുന്ന നെഞ്ചുമായി ആരോരും കൂടെയില്ല തലയുന്നു മാൻ കിടാവ്. ആരോരും കൂടെയില്ല തുഴറുന്നു മാൻ കിടാവ്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഓക്കെ അല്ലേ? കലക്കി കലക്കി, സൂപ്പർ സൂപ്പർ. കുഴപ്പമില്ല, ഗംഭീരം. എല്ലാരും പൊളിച്ചു കേട്ടാ. സലായി സാറേ, നന്നായിട്ടോ സാർ.
സൂപ്പർ ആയിട്ടുണ്ട്. സാറിന്റെ കയ്യിൽ ഇത്രയും സംഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ സാറേ. സാറേ ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. അതായത് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലൊരു കണ്ടന്റ് എടുത്ത് റീൽ ചെയ്ത് അത് വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ ഏറ്റവും നല്ല റീൽ ചെയ്യണ സർക്കാർ ഓഫീസിൽ നിന്നുള്ള ബഹുമതി നമുക്ക് കിട്ടും. അല്ലേ സാറേ? ഭാവിയിൽ ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. തന്നെപ്പ ആരെങ്ങോട്ട് വിളിച്ചേ? തന്നോട് വല്ല വിധത്തിലുള്ള അഭിപ്രായം ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. താൻ കൊറേ റീൽ ഇവിടെ ഉണ്ടാക്കിയാലോ? ഈ താൻ തന്റെ ഡ്യൂട്ടി എന്താണ് ഞാൻ ചെയ്യേ? സാറേ ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞാണ് വന്നത്. എങ്ങനെ? ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതേ. ആര് പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞു? ആര് പറഞ്ഞു? താനേ ഒരു കാര്യം ചെയ്യ്. താൻ നമ്മുടെ SN കോളേജിന്റെ അവിടെ പൂവാല ശല്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. താൻ അവിടെ ചെന്നിട്ട് അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അത് വേണ്ട. ഞാൻ അവിടെ ചെന്ന് സെൽഫി എടുക്കലും പരിപാടി. ജില്ലാ ഹോസ്പിറ്റലിൽ ഒന്നും ചെയ്യില്ല. അവിടെ ഒന്നും ചെല്ലും. സാർമാർ കുറവാണെന്ന് പറയുന്നത്. അവിടെ ആ പുഴയിൽ വീണ് മരിച്ചൊരുത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട്. അത് ആരൊക്കെ വന്ന് കുടുംബാംഗങ്ങളൊക്കെ വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തൊക്കെ പറയുന്നുണ്ട് അത് ചെന്ന് അതൊക്കെ ഒന്ന് നിയന്ത്രിക്ക്. പിന്നെ അതിന്റെ ആ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് വാ കേട്ടാ. ഇനി നമ്മള് അടുത്ത ചെയ്യാൻ പോകുന്ന റീൽ എന്ന് പറയണതേ കുറേയും കൂടി ഭംഗിയായിട്ടുള്ള വേറെ സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യണം കേട്ടാ. അത് പിന്നെ നിങ്ങൾ ഈ മന്മഥ സാറുമായിട്ടുള്ള റീൽ എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തിക്കോട്ടാ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? അല്ല അത് വേണ്ട. ആ പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല കേട്ടാ. അതെങ്ങാനും ഞാൻ ഇനി കേട്ടാൽ സസ്പെൻഷൻ ഉറപ്പാണ് കേട്ടോ. കാര്യം മനസ്സിലായിക്കോ. പിന്നെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കണ്ണിച്ചോറില്ലാത്ത ആളോ കലാബോധം ഇല്ലാത്ത ആളൊന്നല്ല. നിങ്ങൾക്ക് അങ്ങനെ റീൽ ചെയ്യണം എന്ന് വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് വീർപ്പ് മുട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളോട് സംസാരിക്കാം. അത് പറയാം. മതി സാർ. മതി. ഇപ്പൊ എടുത്തത് എടുത്തവിടെ ഒന്നോടെ. നിങ്ങളെല്ലാവരും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് നന്നാവാണ്ട്. കുഴപ്പമില്ല, അടുത്തതിൽ ശരിയാക്കാം. അതെങ്ങനെയുണ്ട്? അത് സൂപ്പറായിട്ടുണ്ട് സാർ.